ഹലോ, ഏവർക്കും ഗാർഡൻ പ്ലാന്റ്സിലേക്ക് സ്വാഗതം. റിയോ എന്നും ബോട്ട് ലില്ലി എന്നും അറിയപ്പെടുന്ന ഇലച്ചെടിയെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം ട്രഡസ്കാന്റിയ സ്പെത്തേസിയ എന്നാണ്. 2-3 നിറങ്ങളിൽ ഇത് കാണപ്പെടുന്നുണ്ട്. ഗാർഡൻ പ്ലാന്റ്സ് ഇന്ന് പറയുന്നത് റിയോ ട്രൈകളർ എന്ന ഇനത്തെക്കുറിച്ചാണ്. ഇതിൻ്റെ ഇലകൾ നല്ല ഭംഗിയുള്ളതാണ്. 3 നിറങ്ങളാണ് ഇതിൻ്റെ ഇലകൾക്കുള്ളത്. ഇലയുടെ അടിഭാഗം പിങ്കും വയലറ്റും കലർന്ന നിറമാണുള്ളത്. ഇലയുടെ മുകൾ ഭാഗത്ത് നടുവിൽ 90% പച്ച നിറമാണ്. പിന്നെ പച്ചനിറത്തിൻ്റെ പുറംഭാഗത്തായി ഒരു ലൈന് പോലെ വെള്ള നിറവുമുണ്ട്. റിയോ ചെടികൾ ഇത്ര ഭംഗി ഉള്ളതാവാൻ കാരണം ഇതിൻ്റെ ഇലകളുടെ 3 തരം നിറങ്ങൾ തന്നെയാണ്. ഇൻഡോർ പ്ലാന്റായും ഹാങ്ങിങ് പോട്ടുകളിലും ഇത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഹാങ്ങിങ് പ്ലാന്റായി ഉപയോഗിച്ചാൽ ഇലയുടെ അടിഭാഗത്തെ വയലറ്റ് നിറം നല്ലപോലെ കാണാവുന്നതാണ്. പിന്നെ പൂന്തോട്ടത്തിൻ്റെ ബോർഡറായും പിന്നെ നമ്മുടെ കലാവാസനക്കനുസരിച്ച് പൂന്തോട്ടത്തെ ഡിസൈൻ ചെയ്യാവുന്നതാണ്. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ പരിചരണത്തെക്കുറിച്ചാണ്. അധികം വെയിലും വെള്ളവും ആവശ്യമില്ലാത്ത ചെടിയാണ് റിയോ. നേരിട്ട് സൂര്യപ്രകാശം പതിക്കുന്നിടത്ത് പൂച്ചട്ടി വെക്കാതിരിക്കുന്നതാണ് നല്ലത്. നല്ല ഷെയ്ഡുള്ള സ്ഥലത്ത് പൂച്ചട്ടികൾ വെക്കുന്നതാണ് നല്ലത്. പിന്നെ നനക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മണ്ണ് നല്ലപോലെ ഡ്രൈ ആയാൽ മാത്രമേ വെള്ളം നനയ്ക്കേണ്ടതുള്ളൂ. വെള്ളം അധികമായാൽ വേര് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ആഴ്ചയിൽ 1 പ്രാവശ്യം മാത്രം നനച്ചാൽ മതി. വളം മാസത്തിലൊരിക്കൽ നൽകാവുന്നതാണ്. ജൈവരാസ ലിക്വിഡ് വളങ്ങളും നൽകാവുന്നതാണ്. പിന്നെ ചെടിയുടെ അടിഭാഗത്തു നിന്നും പുതിയ തൈകൾ മുളച്ചു വരുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് പൂച്ചട്ടിയിലോ ഗാർഡനിലോ ഇത് നടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു മാറ്റം പ്രകടമാകും. പിന്നെ പുതിയ ചെടി മുളപ്പിക്കാൻ ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് വളർന്നു വരുന്ന മുളകളെ വേരോടെ ചെറുതായി പൊട്ടിച്ചെടുത്ത് നടാവുന്നതാണ്. നല്ല നിറവാർച്ചയുള്ള മണ്ണും പൂഴിയും ജൈവവളവും ചേർത്ത മിശ്രിതത്തിൽ ചെടി നടാവുന്നതാണ്. ഇതിൻ്റെ ട്രൈകളറാണ് ഇതിൻ്റെ ഭംഗിയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഈ ചെടിയെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇത് എല്ലാ നഴ്സറികളിലും ലഭ്യവുമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം റിയോയെക്കുറിച്ച് നല്ലപോലെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഗാർഡൻ പ്ലാന്റ്സ് വീണ്ടും പുതിയ വീഡിയോയുമായി നിങ്ങൾക്ക് മുന്നിൽ വരും. അതുവരെ ബൈ.